വാർത്തകളിലേക്ക് സമഗ്രമായി ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. തൊടുപുഴ വിജിലൻസ് ഓഫീസിലാണ് എംഎൽഎ ഹാജരായത്. നികുതി സംബന്ധിച്ചടക്കം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. ആധാരത്തിൽ ഉള്ളതിൽ കൂടുതൽ ഭൂമിയുള്ളതായി അറിയില്ല. ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. അപ്പം അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന വാല്യുവേഷൻ റിപ്പോർട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള വാല്യൂറുടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അത് പക്ഷേ വിജിലൻസ് പരിശോധിച്ചപ്പോൾ അവരുടെ കണ്ടെത്തലിൽ ആ കെട്ടിടത്തിന് കുറച്ചുകൂടി വാല്യൂ ഉണ്ട് എന്ന് ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അവരിപ്പോൾ ഒരു സൂചനയായി എന്നോട് പറഞ്ഞത്. പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ മൊത്തം വില കാണിച്ചപ്പോൾ അവിടുത്തെ സ്ഥലത്തിന് അവിടെ ഉണ്ടായിരുന്ന ഫെയർ വാല്യൂവിനേക്കാളും 18 ലക്ഷം രൂപ കൂടുതലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആ തുക കെട്ടിടത്തിൽ കാണിച്ചാലും ഒരു വ്യത്യാസവും വരത്തില്ലായിരുന്നു. അപ്പൊ കെട്ടിടത്തിന് കാണിച്ച വാല്യുവേഷൻ പറഞ്ഞു, അത് ഞാൻ കാണിച്ചതല്ല, ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള, അവരെ ഇന്നുവരെ കണ്ടിട്ടുമില്ല, അവിടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാല്യുവർ തന്ന വാല്യുവേഷൻ റിപ്പോർട്ടാണ് ഞാൻ അതിനോടൊപ്പം കാണിച്ചത്. അത് ഇവരുടെ പരിശോധനയിൽ അതിനേക്കാൾ കൂടുതൽ വില ആ കെട്ടിടത്തിനുണ്ട് എന്ന് ഒരു സൂചന. പ്രസാദ് ചേരുന്ന വിവരങ്ങളുമായി. പ്രസാദ്, ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നു ഇപ്പോൾ വിജിലൻസ് ചോദ്യം ചെയ്തതെന്നാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറയുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്? 12 മണി മുതൽ ഏതാണ്ട് 2:50 വരെയുള്ള ഏതാണ്ട് 3 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ അവസാനിച്ചത്. ഇടുക്കിയിലെയും അതുപോലെ തന്നെ കോട്ടയത്തെയും പ്രധാനപ്പെട്ട വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ നേരത്തെ ശരി, മാത്യു കുഴൽനാടന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. ഏത് അന്വേഷണവുമായി സഹകരിക്കും എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. ആധാരത്തിൽ ഉള്ളതിൽ കൂടുതൽ ഭൂമി ഉണ്ടെന്ന വിജിലൻസ് വാദത്തോട് അത്തരത്തിൽ അറിയില്ല തനിക്ക് എന്നാണ് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചത്. നികുതി സംബന്ധിച്ചടക്കം എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. 12 മണിയോടെയാണ് മാത്യു കുഴൽനാടൻ വിജിലൻസ് ഓഫീസിൽ ഹാജരായത്. ഏതാണ്ട് 3 മണിക്കൂറോളം അദ്ദേഹത്തെ വിജിലൻസ് ചോദ്യം ചെയ്തു. നേരത്തെ CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി മോഹനൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് മാത്യു കുഴൽനാടനിൽ നിന്നും വിജിലൻസ് ഇപ്പോൾ വിവരങ്ങൾ തേടിയത്. പ്രസാദ്, പറഞ്ഞത് പൂർത്തിയാക്കാം. വിനീത പറയുന്നത് കേൾക്കാമോ? കേൾക്കാം പ്രസാദ്, തുടരൂ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്നതുപോലെ, അതായത് ഇവിടെ ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഏതാണ്ട് 3 മണിക്കൂറായി മാത്യു കുഴൽനാടനെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വിജിലൻസ് നടത്തിയ പരിശോധനയുണ്ട്. കോട്ടയത്തെയും ഇടുക്കിയിലെയും വിജിലൻസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ചേർന്ന് അവരുടെ ഭൂമി അളക്കുകയും കെട്ടിടങ്ങൾ അളക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വിശദമായി കടന്നതിന് ശേഷമാണ് ഒരു ചോദ്യ പട്ടിക തയ്യാറാക്കിയത്, ചോദ്യാവലി തയ്യാറാക്കിയത്. അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇന്ന് മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും ചെയ്തത്. ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തമായ മറുപടി നൽകി എന്നാണ് ഈ മൊഴിയെടുപ്പ് പൂർത്തിയായതിനു ശേഷം മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രധാനമായും 3 കാര്യങ്ങളിൽ ഊന്നിയാണ് വിജിലൻസ് കാര്യങ്ങൾ മാത്യു കുഴൽനാടൻ നിന്ന് അറിയാൻ ശ്രമിച്ചത്. ഒന്നാമത്തെ കാര്യം, മാത്യു കുഴൽനാടൻ വാങ്ങിയ റിസോർട്ട് ഉൾപ്പെടുന്ന ഭൂമിയിൽ ചില കെട്ടിടങ്ങൾ കാണിച്ചിരുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിൽ മാത്യു കുഴൽനാടൻ കൊടുത്ത മറുപടി, അതിൽ അങ്ങനെ വാല്യൂ കൊടുക്കേണ്ട രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് വിൽക്കുന്ന സമയത്ത് തന്നെ വിൽക്കുന്ന ആൾ അതിന് വാല്യൂ കണ്ടിരുന്നില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരുന്നത്, ഈ പറയുന്ന ഭൂമിയിൽ, വാങ്ങിയ ഭൂമിയിൽ ആധാരത്തിൽ കാണിച്ചതിൽ കൂടുതൽ ഭൂമിയുണ്ടോ എന്നുള്ളതാണ്. സ്വാഭാവികമായും സർക്കാർ ഭൂമി ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് അതിരുകളിൽ നിന്ന് കയറി വന്ന ഭൂമി ഉൾപ്പെടെ ഉണ്ടോ എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ വിജിലൻസിന് നൽകിയ മറുപടി, അങ്ങനെ ഭൂമി ഉണ്ടോ എന്ന കാര്യം തനിക്കറിയില്ല, കാരണം വാങ്ങുന്ന ആൾ തന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ പറ്റിക്കുമെന്ന് കരുതുന്നില്ല, അളന്നിട്ടാണ് ഭൂമി വാങ്ങിയത്, അതിൽ കൂടുതലുണ്ടോ എന്ന കാര്യം അറിയില്ല, ഇനി അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് മാത്യു കുഴൽനാടന്റെ മറുപടി. മൂന്നാമത്തേതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അതായത് ഈ ഭൂമി, അതായത് മാത്യു കുഴൽനാടൻ ഒരാളിൽ നിന്ന് വാങ്ങുന്നു, അതിന്റെ തൊട്ട് മുമ്പിൽ നടന്ന കൈമാറ്റം അത് മിച്ചഭൂമി കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഭൂമിയാണ്. അങ്ങനെ മിച്ചഭൂമി കേസുമായി ബന്ധപ്പെട്ട ഭൂമിയാണോ താങ്കൾ വാങ്ങിയത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ തനിക്കത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ നൽകിയത്. പ്രധാനമായും ഈ 3 കാര്യങ്ങളിൽ ഊന്നിയാണ് ചോദ്യം ചെയ്യൽ നടന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേരത്തെ CMRL വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ നിയമസഭയിലും പുറത്തും ശക്തമായ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് എറണാകുളം CPMന്റെ ജില്ലാ സെക്രട്ടറിയായ
CN മോഹനൻ ഗുരുതരമായ ആരോപണങ്ങൾ മാത്യു കുഴൽനാടനെതിരെ ഉന്നയിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം, അർഹിക്കുന്നതിൽ നിന്ന് 60 മടങ്ങ് സ്വത്ത്, വിവിധ ബിനാമി പേരുകളിൽ സ്വത്ത് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും ആ കാര്യങ്ങളൊന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിൽ കണ്ടെത്താൻ വിജിലൻസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മാത്യു കുഴൽനാടന്റെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനിയിപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ഒന്നുകൂടി വ്യക്തത വരും എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ് കുഴൽനാടൻ, രാഷ്ട്രീയമായി അധികാരം ഉപയോഗിച്ച് വേട്ടയാടാൻ വരികയാണെങ്കിൽ അതിനെ നോക്കി നിൽക്കാൻ കഴിയില്ല, അതിനെ നിയമപരമായി നേരിടും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇന്ന് കണ്ടതുപോലെ നിയമപരമായി ഏതെങ്കിലും രീതിയിൽ സംശയങ്ങളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും ഏതറ്റം വരെ അന്വേഷണം പോകുന്നതിൽ ഒരു തടസ്സമില്ലെന്നും മാത്യു കുഴൽനാടൻ പറയുകയാണ്. വിനീത.